ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSST ബോട്ടണി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. മൊഡ്യൂൾ 1 ഫൈക്കോളജിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ക്ലാസ്സുകളാണ്. അതിൽ ഒന്നാമത്തെ ക്ലാസ് ആയ സയാനോഫൈറ്റിയ, അതായത് സയാനോ ബാക്ടീരിയകൾ വരുന്ന ക്ലാസ്സിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം ഡീറ്റെയിലേക്ക്. സയാനോ ബാക്ടീരിയകൾ ഉൾപ്പെടുന്ന ക്ലാസ്സുകൾ അറിയപ്പെടുന്നത് സയാനോഫൈറ്റ എന്ന രീതിയിലാണ്. എന്നാൽ ചില സയന്റിസ്റ്റുകൾ ഇതിനെ ഡിവിഷൻ ആക്കിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡിവിഷൻ സയാനോഫൈറ്റ അഥവാ മിക്സോഫൈറ്റ് എന്ന പേരിലും അല്ലെങ്കിൽ സയാനോഫൈക്കോഫൈറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിൽ വരുന്ന ഒരു ക്ലാസ് ആണ് സയാനോഫൈസി. ഇതിലാണ് സയാനോ ബാക്ടീരിയകൾ അഥവാ ബ്ലൂ ഗ്രീൻ ആളുകൾ ഉൾപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബ്ലൂ ഗ്രീൻ ആൽഗെ വിച്ച് ആർ ദ ഓൺലി നോൺ ഓക്സിജൻ പ്രൊഡ്യൂസിംഗ് പ്രോക്യാരിയോട്സ്. ഇതിനകത്താണ് ബ്ലൂ ഗ്രീൻ ആൽഗകളായ ജീവജാലങ്ങൾ ഉൾപ്പെടുന്നത്. അതായത് ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന പ്രോക്യാരിയോട്സ് എന്ന ഗ്രൂപ്പ് വരുന്നത് ഇതിനുള്ളിലാണ്. ഇറ്റ്സ് സ്മാൾ primitive group comprising of about 2500 species placed under 150 genera. 150 ജീനസുകളായിട്ട് ഏകദേശം 2500 സ്പീഷീസുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. All of them are included in a single class called Cyanophyceae or Mixophyceae. എല്ലാ ജീവജാലങ്ങളും ഒറ്റ ക്ലാസ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ പേരാണ് Cyanophyceae അഥവാ Mixophyceae എന്ന പേര് അറിയപ്പെടുന്നത്. പ്രത്യേകത ലാക്കിംഗ് ഫ്ലജല്ല. ഫ്ലജല്ല ആബ്സെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും. ലോക്കോമോഷൻ ഗ്ലൈഡിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ജെർക്കി ടൈപ്പ് എന്ന മെത്തേഡിലാണ് ഇവരുടെ ലോക്കോമോഷൻ കൂടുതലും കാണുന്നത്. നോ മെംബ്രെയിൻ ബൗണ്ട് ക്രൊമാറ്റോഫോഴ്സ്. ക്രൊമാറ്റോഫോഴ്സ് എന്താണ്? പിഗ്മെന്റ്സ് സ്റ്റോർ ചെയ്യുന്ന സ്പെഷ്യൽ മെംബ്രെയിൻ സ്ട്രക്ചേഴ്സിനെയാണ് ക്രൊമാറ്റോഫോഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ പ്രത്യേകിച്ച് മെംബ്രെയിൻ ഒന്നും ബൗണ്ട് ചെയ്യാത്ത, മെംബ്രെയിൻ ആവരണം പൊതിയാത്ത ക്രൊമാറ്റോഫോഴ്സ് ഇതിൽ ആബ്സെന്റ് ആയിരിക്കും. റിസോർട്ട് മെറ്റീരിയൽസ് മെക്സോഫൈസിൻ സ്റ്റാർ ആൻഡ് പ്രോട്ടീനേഷ്യസ് സയാനോഫൈസിൻ മെറ്റീരിയൽ. അതായത് ഇവിടെ ആഹാരം റിസർവ് ചെയ്ത് വെക്കുന്നത് ഏത് രൂപത്തിലാണെന്ന് വെച്ചാൽ മിക്സോഫൈസിൻ സ്റ്റാർച്ചിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള സയാനോഫൈസിൻ എന്ന ഒരു മെറ്റീരിയൽ രൂപത്തിലുമായിരിക്കും ഈ ഓർഗാൻസിലൊക്കെ റിസർവ് ഫുഡ്മെന്റിൽ കാണപ്പെടുന്നത്. ഹെറ്ററോസിസ് പ്രസന്റ്. നൈട്രജൻ ഫിക്സേഷൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ല് ചില ഓർഗാൻസിൽ കാണപ്പെടുന്നുണ്ട്. ലാക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓർക്കുക, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും. ഒക്കറൻസ് ഇൻ പ്രീ പാലിയോസോയിക് പീരീഡ്. സാധാരണ ഈ ജീവജാലങ്ങൾ ഉണ്ടായത് നമ്മുടെ എവല്യൂഷനിലെ പ്രീ പാലിയോസിക് പീരീഡിലാണ് ഇവ ഉണ്ടായതെന്നാണ് അല്ലെങ്കിൽ കാണപ്പെട്ടിരുന്നതാണ് കണക്കാക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ. എവിടേക്കാണ് ഇത് കാണപ്പെടുന്നത്? മെജോറിറ്റി അക്വാട്ടിക്. കൂടുതലും അക്വാട്ടിക് ഹാബിറ്ററ്റിലാണ് കാണപ്പെടുന്നത്. സം ആർ ടെറസ്ട്രിയൽ. എന്നാൽ ചില ഓർഗാൻസും ടെറസ്ട്രിയൽ ആയിട്ടും കാണപ്പെടുന്നു. മോസ്റ്റ്ലി ഫ്രഷ് വാട്ടർ ഫോംസ്. കൂടുതലും ശുദ്ധജലങ്ങളാണ് കാണപ്പെടുന്നത്. മറൈൻ ഫോംസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ട്രൈക്കോഡെസ്നിയം എർത്രിയം എന്ന ഒരു റെഡ് കളറിൽ കാണപ്പെടുന്ന ഓർഗാനിസം. ഇത് ഒരു മറൈൻ ഫോംസ് ആണ്. കോസ് വാട്ടർ ബ്ലൂംസ് ഓർ ആൽഗൽ ബ്ലൂംസ്. കണ്ടാമിനേറ്റ് ആയിട്ടുള്ള വാട്ടർ ബോഡീസിലെ അനോമലസ് ആയിട്ട് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ട് ആൽഗകൾ ഗ്രോ ചെയ്തുണ്ടാവുന്ന ഒരു ഫിനോമിനാണ് ആൽഗൽ ബ്ലൂം അല്ലെങ്കിൽ വാട്ടർ ബ്ലൂം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് സയാനോ ബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗകൾ തന്നെയാണ്. സം ആർ തെർമൽ ഫോംസ് ഫൗണ്ട് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. എന്നാൽ ചിലത് ഹോട്ട് സ്പ്രിംഗിൽ കാണപ്പെടുന്ന തെർമൽ ഫോംസ് ഏകദേശം 85 ഡിഗ്രി സെൽഷ്യസിൽ വരെ കാണപ്പെടുന്ന ഓർഗാൻസ് ഇതിൽ കാണപ്പെടുന്നുണ്ട്. ഡ്യൂ ടു ദ ജെലാറ്റിനസ് ഷേപ്പ് ദേ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഡെസിക്കേഷൻ. മിക്ക മെമ്പേഴ്സിന്റെയും കോളനി അല്ലെങ്കിൽ അവരുടെ ബോഡി അല്ലെങ്കിൽ താലസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ജെലാറ്റിനസ് ഷീറ്റ് കാണപ്പെടുന്നത്. അത് കാരണം ഡെസിക്കേഷനിൽ നിന്നും താലസ് ഡ്രൈ ആവുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നു. സം ആർ സിംബയോൺസ് ഇൻ സൈക്കസ്, ആന്തോസറസ്, അസോള എക്സെട്ര. അതായത് ചില ഓർഗാൻസും സിംബയോട്ട് റിലേഷൻ കാണിക്കുന്നുണ്ട്. മറ്റ് ജീവജാലങ്ങളോട് ചേർന്ന് ഒരു മ്യൂച്വൽ ഇന്ററാക്ഷൻ കാണിക്കുന്ന ടൈപ്പുമുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സൈക്കസ് എന്ന ജിംനോസ്പമിന്റെ സ്പെഷ്യലൈസ്ഡ് റൂട്ടുകളായ കൊറോളോയിഡ് റൂട്ടിൽ കാണപ്പെടുന്ന സയാനോ ബാക്ടീരിയ. അതുപോലെ ആന്തോസോറസിലും അസോള എന്ന ടെറഡോഫൈലിൽ കാണപ്പെടുന്നത് അനബീന എന്നൊരു സയാനോ ബാക്ടീരിയ ആണ്. ഇതിന്റെ പേര് തന്നെ അനബീന അസോള എന്നാണ്. അങ്ങനെ ടെറഡോഫൈറ്റുകളും ജിംനോസ്പോമുകളും ലിവർ റെഡ്സ് മോസസ് ഗ്രൂപ്പിൽ വരുന്ന ബ്രയോഫൈറ്റിലും ഒക്കെ ഈ ഓർഗാനിസം സിംബയോട്ട് റിലേഷൻ കൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ താലസിന്റെ പ്രത്യേകത മേ ബി യുണിസെല്ലർ. മെജോറിറ്റി യുണിസെല്ലർ ആണ്. സിംഗിൾ സെല്ലായിട്ടുള്ള താലസുള്ള ഒരുപാട് ജീവജാലങ്ങൾ ഒറ്റ സെല്ലുള്ള ഓർഗാനിസം ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ക്രൂകോക്കസ്, അതുപോലെ സൈനക്കോകോക്കസ്, അനാസിസ്റ്റിസ്, ഗ്ലോയോ ക്യാപ്സ തുടങ്ങിയതെല്ലാം തന്നെ സിംഗിൾ സെല്ലായിട്ടുള്ള സയാനോബാക്ടീരിയ. സം ഓഫ് ദം ആർ കോളനിയൽ ഫോംസ്. എന്നാൽ ചില ഓർഗാനിസം കോളനികളായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് കുറച്ച് സെല്ലുകൾ താലസുകൾ ചേർന്ന് ഒരു കോളനി പോലെ കാണപ്പെടുന്നത്. അതിൽ തന്നെ അഗ്രഗേഷൻ ഓഫ് ഫ്യൂ സെൽസ്, കുറച്ച് സെല്ലുകൾ മാത്രം കൂടി ചേർന്ന ഒരു കോളനി ആയിട്ട് കാണുന്ന എക്സാമ്പിൾ ആണ് ഗ്ലോയോതീക്ക.
അതുപോലെ അഗ്രഗേഷൻ ന്യൂമറസ് സെൽസ്, ഒരുപാട് താലസുകൾ സെല്ലുകൾ കൂടെ ചേർന്ന ഒരു കോളനിയായിട്ട് കാണുന്ന എക്സാമ്പിൾസ് ആണ് അഫാനോ ക്യാപ്സ, അഫാനോ തീക്ക, അതുപോലെ മെരിസ്മോപീഡിയ തുടങ്ങിയതെല്ലാം തന്നെ കുറച്ച് കൂടുതൽ ഓർഗാനിസം അല്ലെങ്കിൽ താലസുകൾ കൂടി ചേർന്ന് കാണപ്പെടുന്നതാണ്. സം ആർ ഫിലമെന്റസ്, എന്നാൽ ചിലത് ഫിലമെന്റസ് നേച്ചറിലായിരിക്കും. അതായത് ഫിലമെന്റ് പോലെ കുറെ സെല്ലുകൾ ചേർന്ന ഒരു ഫിലമെന്റ് പോലെ അല്ലെങ്കിൽ നോൺ ഫിലമെന്റസ് രീതിയിലും കാണപ്പെടുന്നുണ്ട്. ആ ഓരോ കോളനികളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ജലാറ്റിനസ് ഷീത്തും കാണപ്പെടുന്നു. ചിലത് ഫിലമെന്റൽ ഫോംസ് ആയിരിക്കും, ചിലത് നോൺ ഫിലമെന്റൽ ഫോംസ് ആയിരിക്കും. രണ്ട് ഫോംസിനെയും കോളനി ആണെങ്കിലും ആ കോളനികളെ എൻറ്റയർ കോളനിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ജലാറ്റിനസ് ഷീത്ത് കൂടെ കാണപ്പെടുന്നുണ്ട്. അതിൽ നോൺ ഫിലമെന്റസ് കോളനീസ് ഏതൊക്കെ നോക്കാം. അത് ചിലത് സ്പെറിക്കൽ കോളനികൾ, ഒരു കുറെ സെല്ലുകൾ ചേർന്നൊരു ഗോളം പോലെ സ്പെറിക്കൽ ഫോംസിൽ കാണപ്പെടുന്ന എക്സാമ്പിൾ ആണ് കോളിയോസ് സ്പീറം, അതുപോലെ ഗോംബോ ഫീറ തുടങ്ങിയതെല്ലാം ഒരു സ്പെറിക്കൽ നേച്ചറിലാണ് കാണപ്പെടുന്നത്. ക്യൂബിക്കൽ കോളനി ആയിട്ട് കാണപ്പെടുന്ന എക്സാമ്പിൾ ആണ് യൂകാപ്സിസ് ആൽപിന. അതുപോലെ റെഗുലർ അറേഞ്ച്മെന്റ് സെൽസ്, ഒരു സെല്ലുകളെ ചേർന്ന ഒരു റെഗുലർ അറേഞ്ച്മെന്റിൽ കാണുന്ന എക്സാമ്പിൾ ആണ് മൈക്രോസിസ്റ്റിസ്. എന്നാൽ ഫിലമെന്റസ് കോളനി, അതിനറിയപ്പെടുന്ന പേര് ട്രൈക്കോം എന്നാണ്. അതായത് ഫിലമെന്റുകൾ പോലെ സെല്ലുകൾ ചേർന്ന ഒരു ഫിലമെന്റ് പോലെ കാണുന്നത് നമ്മൾ ആ ഫിലമെന്റൽ ബോഡിയെ ട്രൈക്കോംസ് എന്നാണ് അറിയപ്പെടുന്നത്. അത്തരം ഫോംസിന് എക്സാമ്പിൾ ആണ് ഒന്ന് ഓസിലെറ്റേറിയ. നമുക്ക് എല്ലാവർക്കും അറിയാം ഓസിലെറ്റേറിയ. ട്രൈക്കോം യൂഷ്വലി സ്ട്രൈറ്റ്, നേരെ നിൽക്കുന്ന ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ട്രൈക്കോം ആണ് അല്ലെങ്കിൽ ഫിലമെന്റൽ കോളനിയാണ്. സ്പൈറലിന, അതുപോലെ ആർത്രോസ്പൈറ തുടങ്ങിയതെല്ലാം സ്പൈറലി കോയിൽഡ്, സ്പൈറൽ ഷേപ്പ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ആർത്തോസ്പൈറ. ഇത് രണ്ടും സ്പൈറൽ ആകൃതിയിലായിരിക്കും കാണപ്പെടുന്നത്. റിവിലേറിയ സാധാരണ ഒരു ഷിപ്പ് ലൈക്ക് കളർലെസ് അപ്പർ എൻഡ്, ഷിപ്പ് പോലെ ഒരു കളർലെസ് അപ്പർ എൻഡ് കാണപ്പെടുന്ന ഒരു ഓർഗാനിസം ആണ് റിവിലേറിയ എന്ന് പറയുന്നത്. അഫാനിസോമെനോൺ എന്നൊരു ഓർഗാനിസത്തിന്റെ പ്രത്യേകത, അതിന്റെ രണ്ട് എൻഡും കൂർത്തിരിക്കും, റാഡിഷ് പോലെ. നടുക്ക് സൊളനായിരിക്കും, ബോത്ത് എൻഡുകളും എന്തായിരിക്കും ടേപ്പർ ചെയ്ത് കാണപ്പെടുന്ന ടൈപ്പിലായിരിക്കും. നോസ്റ്റോക്ക്, അതുപോലെ ഫോർമീഡിയം തുടങ്ങിയ ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രൈക്കോംസ് ആർ എംബഡ് ഇൻ എ മാസസ് ഓഫ് മ്യൂസിലേജസ്. നോസ്റ്റോക്ക് കോളനി നമ്മൾ പഠിച്ചെന്നറിയാം, ഒരു വലിയൊരു മ്യൂസിലേജ് ഒരു കോളനിക്ക് അകത്തായിരിക്കും, അല്ലെങ്കിൽ മ്യൂസിലേജിന്റെ ഒരു പാക്കിങ്ങിന് അകത്തായിരിക്കും ഒരുപാട് സെൽസ് കാണപ്പെടുന്നത്. മൈക്രോകോളിയസ് വാജിനേറ്റസ് എന്ന സയാനോബാക്ടീരിയ പ്രത്യേകത, ഒരു ഷീത്തിനുള്ളിൽ, ഒരു പ്രൊട്ടക്റ്റീവ് ഷീത്തിനുള്ളിൽ ഒരുപാട് ട്രൈക്കോംസ് ചേർന്ന് ഒരൊറ്റ ഫിലമെന്റ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ന്യൂമറസ് ട്രൈക്കോംസ് ചേർന്ന് ഒരു ഫിലമെന്റ് പോലെ കാണപ്പെടുന്ന എക്സാമ്പിൾ ആണ് മൈക്രോകോളിയസ് വാജിനേറ്റസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഇവിടെ ബ്രാഞ്ചിങ് ടൈപ്പ് ആണ്. സയാനോബാക്ടീരിയകൾ ബ്രാഞ്ച്ഡ് ഫോംസ് ഒരുപാടുണ്ട്. ആ ബ്രാഞ്ചിങ് ട്രൂ ബ്രാഞ്ചിങ്ങും ഫാൾസ് ബ്രാഞ്ചിങ് കാണിക്കുന്നുണ്ട്. ട്രൈക്കോംസ് മേ ബി ബ്രാഞ്ച്ഡ് ഓർ അൺബ്രാഞ്ച്ഡ്. അൺബ്രാഞ്ച്ഡ് എക്സാമ്പിൾ ആണ് ഓസിലെറ്റേറിയ, ലിൻബയാൻ തുടങ്ങിയ. അപ്പം ഓസിലേറ്റർ പണം കൊടുത്ത സ്ട്രൈറ്റ് ആയിട്ട് കിടന്ന ഒരു തരത്തിലും ബ്രാഞ്ചിങ് ഇല്ലാത്ത ഒരു സയാനോബാക്ടീരിയ ആണ് ഓസിലെറ്റേറിയ. എന്നാൽ ഫാൾസ് ബ്രാഞ്ചിങ് കാണപ്പെടുന്ന, അത് തെറ്റായ രീതിയിൽ നമുക്ക് കാണുമ്പോൾ അത് ബ്രാഞ്ചിങ് ആണെന്ന് തോന്നും, ശരിയായിട്ടുള്ള ഒരു ബ്രാഞ്ചിങ് അല്ല. അങ്ങനെ ഫാൾസ് ബ്രാഞ്ചിങ് കാണിക്കുന്ന എക്സാമ്പിൾ, അല്ലെങ്കിൽ ഇതിനെ സ്യൂഡോ ബ്രാഞ്ചിങ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് സൈറ്റോണീമ, അതുപോലെ ടോളിപ്പോത്രിക്സ് എന്ന് പറയുന്നതെല്ലാം ഫാൾസ് ബ്രാഞ്ചിങ് കാണിക്കുന്ന എക്സാമ്പിൾ ആണ്. അതായത് ആ ചിത്രം നോക്കുക, സൈറ്റോണിയമിന്റെ ചിത്രം നോക്കുക, താലസിന്റെ നോർമൽ ട്രൈക്കോം ബ്രേക്ക് ചെയ്തിട്ട് അത് രണ്ട് സൈഡിലേക്ക് ഗ്രോ ചെയ്യുന്ന ഒരു ഫലമായിട്ട് നമുക്ക് കാണുന്നത് ബ്രാഞ്ചിങ് ആയിട്ട് തോന്നും. ശരിക്കും അത് ഒരു മിസ്ലീഡിങ് ബ്രേക്കേജ് കൊണ്ടുണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ്. It is a misleading appearance of branches in a filamentous algae that is caused by a breakage in the sheath rather than a true split from a main trunk. ഒരു മെയിൻ ട്രങ്കിന് ഒരു ട്രൂ സ്പ്ലിറ്റ് ഉണ്ടാകാതെ പകരം ഒരു പ്രത്യേക തരത്തിലുള്ള ഫാൾസ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ബ്രേക്കിംഗ് നടന്നിട്ട് ഫാൾസ് ബ്രാഞ്ചിങ് ഫോം ചെയ്യും. അതാണ് ഫാൾസ് ബ്രാഞ്ചിന് എക്സാമ്പിൾ ആയിട്ടുള്ള സൈറ്റോണിയ. എന്നാൽ ട്രൂ ബ്രാഞ്ചിങ് കാണുന്ന ഒരുപാട് സ്പീഷീസ് ഉണ്ട്. എക്സാമ്പിൾ നോക്കാം, സ്റ്റൈഗോനീമ, അതുപോലെ ഫിസ്റ്റിറല്ല, ദെൻ ബെസ്റ്റീല, ദെൻ ഹപ്പാലോസിഫോൺ തുടങ്ങിയതെല്ലാം ട്രൂ ആയിട്ടുള്ള ബ്രാഞ്ചിങ്, അതായത് താലസ് മെയിൻ ഫിലമെന്റ് കറക്റ്റ് ഉള്ള ട്രൂ ആയിട്ടുള്ള ബ്രേക്കേജ് നടന്നിട്ട് സെല്ലുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ബ്രാഞ്ചിങ് ഉണ്ടായത്. സയാനോബാക്ടീരിയയുടെ സെൽ സ്ട്രക്ചർ നോക്കാം. സിംഗിൾ സെല്ലായിട്ടുള്ളതുകൊണ്ട് ഫിലമെന്റസ് ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ഓരോ സെല്ലിന്റെ സ്ട്രക്ചർ നോക്കാം. പ്രൊക്കാരിയോട്ടിക് സെല്ലാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെല്ലിന് ഒരു എൻവലപ്പ് ഉണ്ടാവും, പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഉണ്ടാവും. അതിന് രണ്ട് പാർട്സ് ആണുള്ളത്, ഒരു ഷീത്തും അതുപോലെ ഇന്നർ ഇൻവെസ്റ്റ്മെന്റ്. അതിനാണ് സെൽ വാൾ എന്നറിയപ്പെടുന്നത്.
നേരത്തെ പറഞ്ഞു സെൽവാണിനെ പ്രൊട്ടക്ട് ചെയ്ത് ജിലാറ്റിനത്തിന്റെ ഷീറ്റ് കാണപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഷീറ്റ് ഉള്ളതും അതോടൊപ്പം തന്നെ സെൽവാളും കൂടെ ഉള്ളതാണ് ഇവയുടെ ഒരു പ്രൊട്ടക്റ്റീവ് കവറായി രണ്ട് ലെയർ ആയിട്ട് കാണപ്പെടുന്നത്. ഈ സെൽവാളിന് 4 ലെയർ, അതിനറിയപ്പെടുന്നത് L4, L3, L2 ആൻഡ് ഇന്നർ L1. ഏറ്റവും ഉള്ളിൽ L1, അതിന് പുറത്ത് L2, ദെൻ N3, ദെൻ L4. ഇങ്ങനെയാണ് ആ 4 ലെയറുള്ള സെൽവാൾ കാണപ്പെടുന്നത്. ഇതിൽ ഏറ്റവും ഔട്ടർമോസ്റ്റ് കാണപ്പെടുന്നത് ഏതായിരിക്കും? L4 ലെയർ ആണ് കാണപ്പെടുന്നത്. ദാറ്റ് ഇസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ. പ്രത്യേകത എന്ന് പറയുന്നത് മ്യൂസിലേസ് ഷീത്തിന്റെ അടിയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന് പുറത്താണ് മ്യൂസിലേസ് ഷീറ്റ് കാണപ്പെടുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പോ പോളിസാക്കറൈഡ്സ് കൊണ്ടും പ്രോട്ടീൻസ് കൊണ്ടും ലിപ്പിഡ്സും കൊണ്ടാണ്. ഇതൊരു ഇലക്ട്രോൺ ഡെൻസ് ലെയർ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ഒരു ലെയർ ആണ് എന്ന് പറയുന്നത് L4 എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെയർ L4 തൊട്ട് താഴെയുള്ള ലെയർ ആണ് L3. അതായത് L2നും L4നും ഇടയിൽ കാണപ്പെടുന്ന ലെയർ ആണ് L3 എന്ന് പറയുന്നത്. അതും ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ലെയർ തന്നെയാണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. L2 മൂന്നാമത്തെ ലെയർ, ഏറ്റവും പുറത്തുനിന്ന് മൂന്നാമത്തെ ലെയർ ആയ L2 എന്ന് പറയുന്നത് തിന്നാണ്. ഇത് മ്യൂക്കോപെപ്റ്റൈഡും അതുപോലെ മ്യൂറാമിക് ആസിഡ് അല്ലെങ്കിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ പുറമെ ചിലപ്പോൾ ഗ്ലൂക്കാസമിൻ, അലാനിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഡയഅമിനോ പൈമിലിക് ആസിഡ് തുടങ്ങിയ കോമ്പൗണ്ടുകൾ കൊണ്ടും നിർമ്മിച്ചിട്ടുണ്ട്. L1 ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ്. അതായത് പ്ലാസ്മ മെമ്പറിൻ, സെല്ലിന്റെ പ്ലാസ്മ മെമ്പറിൻ കഴിഞ്ഞാൽ തൊട്ട് പിറകെ പ്ലാസ്മ മെമ്പറിന് പുറത്ത് ഔട്ട്സൈഡായിട്ട് കാണപ്പെടുന്ന ഏറ്റവും ഉള്ളിലായിട്ടുള്ള ലെയർ ആണ്. അതായത് സെൽവാണിന്റെ ഉള്ളിലും പ്ലാസ്മാവിന്റെ പുറത്തായിട്ട് കാണപ്പെടുന്ന ലെയർ ആണ് L1 എന്ന ലെയർ കാണാം. ഇതും ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ലെയർ ആണ്. പോളിസാക്കറൈഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണ നോർമൽ മൈക്രോസ്കോപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ലെയറെ കാണാൻ കഴിയും. അത് L1ഉം L2 ആയിരിക്കും. അത് നമുക്ക് നോർമൽ മൈക്രോസ്കോപ്പിൽ കാണാൻ കഴിയും. എന്നാൽ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലായിരിക്കും ഈ 4 ലെയറും കാണാൻ കഴിയുന്നത്. ഇനി ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ പ്ലാന്റ്സിന്റെ സെൽവാൾ നിറഞ്ഞ സെല്ലുലോസ് കണ്ടന്റ് കൊണ്ടാണെങ്കിൽ ഇവിടെ സെല്ലുലോസ് ആബ്സെന്റ് ആയിരിക്കും. പ്രോട്ടോപ്ലാസ്റ്റ് സെൽ മെംബ്രെയിൻ മുതൽ അകത്തുള്ള ഫുൾ കണ്ടന്റ് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്നും അതിനകത്തുള്ള മെംബ്രെയിൻ ഒഴിച്ചുള്ള ഭാഗമാണെങ്കിൽ പ്രോട്ടോപ്ലാസം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ പ്രോകാരിയോട്സ് ആയതുകൊണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗൻസ് ഒക്കെ ആബ്സെന്റ് ആണ്. അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു ഫുൾ കണ്ടന്റ് നമുക്ക് പ്രോട്ടോപ്ലാസം എന്ന് പറയാം. ഈ പ്രോട്ടോപ്ലാസത്തിന് 2 ഏരിയ ആണുള്ളത്, സെൻട്രോപ്ലാസം അതുപോലെ ക്രോമോപ്ലാസം. അപ്പോൾ സെൻട്രോപ്ലാസം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം എന്ന് പറയുന്നത് ഏറ്റവും സെല്ലിന്റെ സെൻട്രലായിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയ ആണ്. അത് അതിന്റെ മെയിൻ കോറായിട്ട് ആക്ട് ചെയ്യുന്നത്. സെല്ലിന്റെ സെന്റർ ഭാഗം കോറായിട്ട് ആക്ട് ചെയ്യുന്നത് സെൻട്രോപ്ലാസം ആണ്. ക്ലിയർ ആണ്, ട്രാൻസ്പെറന്റ് ആണ്. ഇതിന്റെ അകത്താണ് ക്രോമാറ്റിൻ റെറ്റിക്കുലം കാണപ്പെടുന്നത്. ക്രോമോപ്ലാസം ഈ സെൻട്രോപ്ലാസിന്റെ ഔട്ട്സൈഡ് ആയിട്ട് കാണപ്പെടുന്നത്, സെന്ററിൽ കാണപ്പെടുന്ന സെൻട്രോപ്ലാസം ആണെങ്കിൽ അതിന് പുറത്ത് കാണുന്ന പാർട്ടാണ്, ഫ്ലൂയിഡ് പാർട്ടാണ് ക്രോമോപ്ലാസം എന്ന് അറിയപ്പെടുന്നത്. അത് കുറച്ചുകൂടെ ഡെൻസർ ആയിട്ട് സെൻട്രോപ്ലാസിന്റെ സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്ന ഭാഗമാണ്. ഇതിനകത്ത് പിഗ്മെന്റ്സ്, അതായത് സയാനോബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗയാണല്ലോ, അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പിഗ്മെന്റ്സും നോൺ ലിവിങ് ഇൻക്ലൂഷൻസും അതിലെ സ്യൂഡോ വാക്യൂൾസ്, വാക്യൂൾ ആബ്സെന്റ് ആണ്, പക്ഷേ വാക്യൂൾ പോലുള്ള സ്യൂഡോ വാക്യൂൾസ് കാണപ്പെടുന്നത്. അതിന് എക്സാമ്പിൾ ആണ് അനബീന, അതുപോലെ പോളിസിസ്റ്റ്, ഇതിലൊക്കെ സ്യൂഡോ വാക്യൂൾസ് കാണപ്പെടുന്നത്. മറ്റൊരു സയാനോബാക്ടീരിയ പ്രത്യേകതയാണ് കാർബോക്സിസോംസ്, അതായത് പോളിഹെഡ്രൽ ഗ്രാനുൾസ് ഈ സെല്ലിനകത്ത് കാണപ്പെടുന്നുണ്ട്. ആ ഗ്രാനുൾസിനെ കാർബോക്സിസോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗ്രാനുൾസിന്റെ പ്രത്യേകത ദാറ്റ് കണ്ടെയ്ൻ എൻസൈം കാൾഡ് റുബിസ്കോ. ഇതിനകത്താണ് റുബിസ്കോ എന്ന എൻസൈം, അതായത് റുബിലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ് എന്നറിയപ്പെടുന്ന ആ എൻസൈം റുബിസ്കോ, ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ആയിട്ടുള്ള ആ റുബിസ്കോ എന്ന എൻസൈം, ഫോട്ടോ സഹായിക്കുന്ന റുബിസ്കോ കാണപ്പെടുന്നത് കാർബോക്സോംസിലായിരിക്കും. തൈലക്കോയിഡ്സ് ഓർ ലാമെല്ലെ പ്രസന്റ് ബട്ട് ഗ്രാനാസ് ആർ ആബ്സെന്റ്. അതായത് പിഗ്മെന്റ് കാണപ്പെടുന്ന തൈലക്കോയിഡ്സ് കാണപ്പെടുന്നുണ്ട്, പക്ഷെ അത് അടിക്കുള്ള ഗ്രാന ആബ്സെന്റ് ആയിരിക്കും ചില ഫോംസ്. സയാനോബാക്ടീരിയയിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സ്, മേജർ പിഗ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ പിഗ്മെന്റ് ക്ലോറോഫിൽ എ, സിമിലർ ടു പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ കാണുന്ന അതേ ക്ലോറോഫിൽ എ സയാനോബാക്ടീരിയയിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ മറ്റ് പിഗ്മെന്റ്സും കാണപ്പെടുന്നു. കാരണം ബ്ലൂ ഗ്രീൻ ആൽഗ എന്നറിയപ്പെടുമ്പോൾ മറ്റ് കളറിന് സഹായിക്കുന്ന പിഗ്മെന്റ്സും കാണപ്പെടും. അതിലൊന്നാണ് ഫൈക്കോബിലിൻസ്. വാട്ടർ സോളുബിൾ ആയിട്ടുള്ള ഈ ഫൈക്കോബിലിൻസ് 2 ടൈപ്പ് ഉണ്ട്. സി ഫൈക്കോസയാനിനും സി ഫൈക്കോ ഇറിത്രിനും കാണപ്പെടുന്നു. സി ഫൈക്കോസയാനിൻ ബ്ലൂ പിഗ്മെന്റ് ആണ്, ബ്ലൂ കളറിന് കാരണമായ മേജർ പിഗ്മെന്റ് ആണെങ്കിൽ സി ഫൈക്കോ ഇറിത്രിൻ എന്നത് പിങ്ക് ടു റെഡ് കളർ നൽകുന്ന ഒരു പിഗ്മെന്റ് ആയിരിക്കും. ഓർക്കുക, ഫൈക്കോ ഇറിത്രിൻ റെഡ് ആളുകളിൽ കാണപ്പെടുന്നതാണ്. അത് കാണുന്നത് ആർ ഫൈക്കോ ഇറിത്രിൻ ആണെങ്കിൽ
സയാനോ ബാക്ടീരിയയിൽ മാത്രം കാണപ്പെടുന്ന മറ്റു ആളുകൾ കാണാത്ത ടൈപ്പാണ് സി ഫൈക്കോ എറിത്രിൻ. സി ഫൈക്കോ എറിത്രിൻ. സി ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്നത് സയാനോ ബാക്ടീരിയയിൽ മാത്രമാണ് ഉള്ളത്. ഫൈക്കോ എറിത്രിൻ കാണുമ്പോൾ റെഡ് ആളുകൾ ഉള്ളതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട, അത് ആർ ഫൈക്കോ എറിത്രിൻ ആണ്. പിന്നെ കാണുന്ന മറ്റൊരു പിഗ്മെന്റ് ആണ് ബീറ്റ കരോട്ടിൻ. പിന്നെ അതുപോലെ തന്നെ സയാനോ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന മാത്രം പ്രത്യേക യുണീക്ക് ആയിട്ടുള്ള ചില സാന്തോഫിൽസ് ഉണ്ട്. അതിന്റെ പേരാണ് മിക്സോസാന്തിൻ, മിക്സോസാന്തോഫിൽ, സി സാന്തിൻ, ഓസിലോ സാന്തിൻ തുടങ്ങിയതെല്ലാം ഓരോ ഡിഫറന്റ് ഫോംസിൽ മാത്രം കാണുന്ന സ്പെഷ്യൽ ടൈപ്പ് സാന്തോഫിൽസ് ആയിരിക്കും. ന്യൂട്രീഷൻ ഒബ്ലിഗേറ്റ് ഫോട്ടോ ഓട്ടോട്രോപ്സ്, സ്ട്രിക്ട്ലി അവർ ഫോട്ടോ ഓട്ടോട്രോപ്സ്, ലൈറ്റിന്റെ പ്രസൻസിൽ ഫുഡ് നിർമ്മിക്കുന്നവർ തന്നെയാണ്. അതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സേറ്റ് സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് സെല്ലാണ് ഹെറ്ററോസിസ്റ്റം എന്ന് പറയുന്നത്. ചില സയാനോ ബാക്ടീരിയയിൽ കാണപ്പെടുന്ന കോളനിയിൽ കാണപ്പെടുന്ന ഫിലമെന്റസ് കോളനിയിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലുകളാണ് ഹെറ്ററോസിസ്റ്റം എന്നറിയപ്പെടുന്നത്. സ്പെറിക്കലോ അല്ലെങ്കിൽ മറ്റ് ഓവൽ ഷേപ്പിലോ കാണപ്പെടുന്നുണ്ട്. ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്ലസ് ടു പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നൈട്രജൻ ഫിക്സേഷൻ ആണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ. അതിനാവശ്യമായിട്ടുള്ള നൈട്രോജിനസ് എൻസൈം അടങ്ങിയിരിക്കുന്ന സ്പെഷ്യൽ സെല്ലുകളാണ് ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ സിംഗിൾ ആയിട്ടോ പെയർ ആയിട്ടോ കാണപ്പെടും. എങ്കിൽ അനബിനോസിസിൽ കാണപ്പെടുന്നത് പെയർ ആയിട്ടാണ്, ജോഡിയായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഒരൊറ്റ ഹെറ്ററോസിസ്റ്റ് അത് ടെർമിനൽ അറ്റത്ത് കാണപ്പെടുന്ന ടൈപ്പാണ് ഗ്ലോയോ ട്രൈക്കിയ. അതിനകത്ത് ഏറ്റവും അറ്റത്തായിട്ടായിരിക്കും ഹെറ്ററോസിസ്റ്റ് കാണപ്പെടുന്നത്. എന്നാൽ സിംഗിൾ ആയിട്ട് കാണുന്നത് ഇന്റർ കാലറി ഫിലമെന്റ്സിന്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ട് കാണപ്പെടുന്ന ടൈപ്പ് നോസ്റ്റോ. ഈ ചിത്രത്തിൽ നോക്കാം, ഒരു ഫിലമെന്റ്സിന്റെ ഇടയിൽ ഒന്നോ അതിൽ കൂടുതലോ ട്രൈക്കോംസിന് ഇടയിൽ ഹെറ്ററോസിസ്റ്റ് കാണാൻ കഴിയും. റെയർലി ലാറ്ററൽ സൈഡിലായിട്ട് കാണുന്ന വളരെ റെയർ ഫോംസും ഉണ്ട്. നോസ്റ്റോകോപ്സിസ് എന്ന ഫോമിന്റെ സൈഡിലായിട്ട് ഒരു ബ്രാഞ്ച് പോലെ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഫൈൻ സ്ട്രക്ചർ ഓഫ് ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിനൊരു തിക്ക് എൻവലപ്പ് ലെയർ ഉണ്ടാകും. നല്ല ഔട്ടർ മോസ്റ്റ് കട്ടിയുള്ള ലെയർ ഉണ്ടാകും, പ്രൊട്ടക്ഷന് സഹായിക്കുന്ന ലെയർ. മൾട്ടിപ്പിൾ ലെയർ ആണ്. പോളിസാക്രൈഡ്സും ഗ്ലൈക്കോലിപ്പിഡ്സും പ്രോട്ടീൻസും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഓക്സിജൻ നൈട്രജനസ് എൻസൈമായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജനേസ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഫെയിലിയർ ആയി പോകും. അപ്പൊ ആ ഓക്സിജനേസ് എൻസൈമിനെ ഓക്സിജൻ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബാരിയർ ചെയ്യാൻ വേണ്ടി തടയാൻ വേണ്ടിയിട്ട് ഒരു ആക്ട് ചെയ്യുന്ന ലെയർ ആണ് ഈ എൻവലപ്പ് എന്ന് പറയുന്നത്. അതുപോലെ പോളാർ സയാനോഫൈസിൻ ഗ്രാനുൾസ് ഇൻ പോളാർ ബോഡീസ്. ഈ ഹെറ്ററോസിന്റെ അകത്ത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഒരു പ്രൊജക്ഷൻ കാണാൻ കഴിയും. അത് നമ്മൾ പോളാർ ബോഡീസ് എന്നാണ് പറയുന്നത്. അതിനകത്ത് പോളാർ നേരത്തെ നല്ല ഗ്രാനുൾസ് കാണപ്പെടുന്നു, ഡെൻസ് ഗ്രാനുൾസ് കാണപ്പെടുന്നു. അത് പ്രോട്ടീന്റെ സ്റ്റോറേജ് ഗ്രാനുൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് ഈ പോൾസിലായിട്ടാണ് കാണുന്നത്, രണ്ട് സൈഡിലായിട്ട് കാണപ്പെടും. ഈ പോളാർ ബോഡീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്ലഗ് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. റെസ്ട്രിക്ഷൻ സഹായിക്കും. എന്തിന്റെ റെസ്ട്രിക്ഷൻ വെച്ചാൽ ഓക്സിജൻ അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ എക്സ്ചേഞ്ചിനെ അത് പ്രിവെന്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ ഓക്സിജനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നൈട്രോജനസ് എൻസൈമിന്റെ ആക്ഷൻ നിന്നുപോകും. അപ്പൊ അതിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒരു അനേറോബ്സിസ് എൻവയോൺമെന്റ്, ഓക്സിജൻ ഇല്ലാത്ത സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഈ പോളാർ ബോഡീസ് ആയിരിക്കും. ഡിമിനിഷ്ഡ് ഫോട്ടോസിന്റെ അപ്പാരറ്റസ്, അതായത് സാധാരണ പ്ലാന്റ്സിൽ കാണുന്ന പോലെ ഒരു ഫോട്ടോസിന്റെ അപ്പാരറ്റസ് ക്ലോറോപ്ലാസ്റ്റ് കാണുന്നില്ല, അതിന്റെ ഒരു ഡിമിനിഷ്ഡ് രൂപമായിരിക്കും കാണപ്പെടുന്നത്. ലാക്കോ ഫൈക്കോ ബിലിസോംസ് ഫോട്ടോസിസ്റ്റം 2, അതായത് സാധാരണ പ്ലാന്റ്സിൽ പിഗ്മെന്റ് സിസ്റ്റം ഫോട്ടോസിസ്റ്റം 2 ഒക്കെ കാണപ്പെടുന്നത് ഫോട്ടോ സഹായിക്കുന്ന അങ്ങനെയുള്ള ഫോംസ് ആബ്സെന്റ് ആയിരിക്കും. തൈലക്കോഴ്സുകൾ ജനറലി ആബ്സെന്റ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ അഗ്രഗേറ്റ് ചെയ്ത് കാണപ്പെടും. നേരത്തെ പറഞ്ഞത് ഓക്സിജൻ എവല്യൂഷനെ അത് പ്രിവെന്റ് ചെയ്യും. പിന്നെ പ്രസൻസ് ഓഫ് നൈട്രോജനേസ് എൻസൈം. ഹെറ്ററോസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? നൈട്രോജൻ ഫിക്സേഷൻ ആണ്. അന്തരീക്ഷത്തിൽ നൈട്രോജനെ നൈട്രേറ്റ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ നൈട്രോജനസ് കോമ്പൗണ്ട് ആക്കി മാറ്റുക. അപ്പൊ അതിന് സഹായിക്കുന്ന നൈട്രോജനേസ് എൻസൈം കാണപ്പെടുന്നത് ഈ ഹെറ്ററോസിസ്റ്റിലായിരിക്കും കാണപ്പെടുന്നത്. പിന്നെ സ്പെഷ്യലൈസ്ഡ് തൈലക്കോഡ് പറഞ്ഞു. തൈലക്കോഡ് ഉണ്ടെങ്കിൽ തന്നെ അത് സ്പെഷ്യൽ സ്ട്രക്ചറിലാണ് കാണപ്പെടുന്നത്. അതിനകത്ത് സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്. അതായത് പിഗ്മെന്റ് സിസ്റ്റം 1ന്റെ സഹായത്താൽ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നോൺ സൈക്ലിക് പ്രോസസ് ഇതിൽ ആബ്സെന്റ് ആയിരിക്കും. കാരണം എന്തുകൊണ്ടായിരിക്കാം? പിഗ്മെന്റ് സിസ്റ്റം 2 ആബ്സെന്റ് ആണ്. പിന്നെ ഇന്റർസെല്ലുലാർ കണക്ഷൻസ്. അപ്പൊ ഇത് ഹെറ്ററോസിസ്റ്റ് ആണെങ്കിലും കോളനിയുടെ ഇടയ്ക്കിടയിൽ കാണപ്പെടുന്നുണ്ട്. മറ്റ് സെല്ലുകളോട്ട് കണക്ട് ചെയ്യാനുള്ള ഇന്റർസെല്ലുലാർ കണക്ഷൻസും ചാനൽസും ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഈ ചാനൽസ് ന്യൂട്രിയന്റ് എക്സ്ചേഞ്ചിനും അതുപോലെ കാർബൺ റിസീവ് ചെയ്യാനും എനർജി സപ്ലൈ ചെയ്യാനൊക്കെ ഈ ചാനലിലൂടെ ഓരോ സെല്ലുള്ള ചാനലിലൂടെ ഹെറ്ററോസിസ്റ്റം സെല്ലുകൾ നമ്മുടെ ചാനലിലൂടെയാണ് അല്ലെങ്കിൽ കണക്ഷനിലൂടെയാണ് പോസിബിൾ ആകുന്നത്. ഫങ്ഷൻസ് ഓഫ് ഹെറ്ററോസിസ്റ്റം.
ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വെസ്റ്റിജിയൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ചില ഓർഗാൻസിൽ റീപ്രഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. സ്റ്റോർ ഹൗസ് ഓഫ് റിസർവ് മെറ്റീരിയൽസ്, നേരത്തെ പറഞ്ഞ പ്രോട്ടീൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഹെറ്ററോസ് പ്രൊഡ്യൂസ് സബ്സ്റ്റൻസ് വിച്ച് സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ആൻഡ് സെൽ ഡിവിഷൻ അഡ്ജസന്റ് വെജിറ്റേറ്റീവ് സെൽസ്. പിന്നെ ഇതിന്റെ തൊട്ടടുത്തുള്ള സെല്ലുകളുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ അതിന്റെ സെല്ലുകൾ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്നതും ഹെറ്ററോസിസ്റ്റുകളാണ്. പ്ലേ റോൾ ഇൻ സ്പോറിലേഷൻ. കുറച്ച് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്പോറിലേഷൻ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്പോർ ഫോം ചെയ്യാനൊക്കെ ഹെറ്ററോസ് സഹായിക്കുന്നുണ്ട്. സൈറ്റ് ഓഫ് നൈട്രോജൻ ഫിക്സേഷൻ, നൈട്രോജൻ ഫിക്സേഷന്റെ സൈറ്റ് ആണ്. ലോക്കസ് ഫോർ ഫിലമെന്റൽ ബ്രേക്കേജ്, അതായത് ഫിലമെന്റുകൾ ബ്രേക്ക് ചെയ്ത് കാരസ് ബ്രേക്ക് ചെയ്ത് പുതിയ കോളനി ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ലോക്കസ് ആയിട്ടും ആക്ട് ചെയ്യുന്നത് ഹെറ്ററോസിസ്റ്റാണ്. റീപ്രൊഡക്ഷൻ ഓൾറെഡി എല്ലാത്തിന്റെ ജനറൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പേരുകൾ മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓൾറെഡി ആബ്സെന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ചില പാരാസെക്ഷൽ ഫിനോമിനൻ ചില ജനറ്റിക് റീകോമ്പിനേഷൻസ് പോലെ ചില ആളുകൾ സ്പീഷീസിൽ കാണുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുമാർ എന്ന സയന്റിസ്റ്റ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാരാസെക്ഷൽ ഫോമിൽ ജനറ്റിക് എക്സ്ചേഞ്ച് പോലെ സംതിങ് കാണിക്കുന്നെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോമൺ ആയിട്ട് കാണപ്പെടുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് വെജിറ്റേറ്റീവ് മെത്തേഡുകളായ ഫിഷൻ, ഫ്രാഗ്മെന്റേഷൻ, ഹോർമോഗോൺസ്, ഓൾറെഡി ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹോർമോഗോൺസ്, അതായത് ഇന്റർകാലറി ഹെറ്ററസിന്റെ സഹായത്തിലോ അല്ലെങ്കിൽ സെപ്പറേഷൻ ഡിസ്കിന്റെ സഹായത്തിലൊക്കെ സെല്ലുകൾ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഹോർമോസ്പോറുകൾ അല്ലെങ്കിൽ ഹോർമോസിസ്റ്റ് എന്നറിയപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ഹോർമോഗോൺസിന്റെ രൂപത്തിൽ അതിന്റെ എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെസ്റ്റിയില്ല, ലാനോസ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റീപ്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പ്ലാനോ കുക്കൈ, അതിന് എക്സാമ്പിൾ ഇമോസിഫോൺ. അതുപോലെ പാമലോയിഡ് സ്റ്റേജും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അനബീനയിൽ കാണപ്പെടുന്നുണ്ട് പാമലോയിഡ് സ്റ്റേജ്. ഇതെല്ലാം കോമൺ ആയിട്ട് കാണുന്ന വെജിറ്റേറ്റീവ് മെത്തേഡുകളാണ്. എന്നാൽ സ്പെഷ്യൽ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോറിലേഷൻ മെത്തേഡുകൾ അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അക്കൈനിസ് ഫോർമേഷൻ, എൻഡോസ്പോറുകൾ, എക്സോസ്പോറുകൾ, നാനോസിസ്റ്റുകൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് സയാനോബാക്ടീരിയ പ്രധാനമായിട്ടും 2 ട്രൈബ്സ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇത് സിലബസിലുള്ളതല്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുന്നതാണ്. ട്രൈബ് 1 കോക്കോഗോണിയെ എന്ന ഒരു ട്രൈബിലും രണ്ടാമത്തെ ട്രൈബ് ഹോർമോഗോണിയെ എന്ന 2 ട്രൈബിലായിട്ടാണ് ഇതിലെ ഓർഗാനിസംസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ട്രൈബിലെ പ്രത്യേകത എന്ന് പറയുന്നത് മേ ബി എല്ലാം യൂണിസെല്ലുലർ ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ഫിലമെന്റസ് കോളനിയൽ ഫോംസ് ആയിരിക്കും കൂടുതൽ കാണപ്പെടുന്നത്. അതിന് 2 ഓർഡറുകളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്രൂകോക്കയിൽ, രണ്ടാമത്തത് ക്യാമേസിഫോണൽസ് എന്ന ഒരു ഓർഡറിലും ഓർഗാൻസിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ട്രൈബായ ഹോർമോഗോണിയയില് ഫിലമെന്റസ് ആയിട്ടുള്ള ട്രൈക്കോംസ് ആയിട്ടുള്ള കോളനീസ് ആണ് കൂടുതൽ കാണപ്പെടുന്നത്. അതിൽ 5 ഓർഡറുകളുണ്ട്. പോസിറ്റോറിയൽസ്, എക്സാമ്പിൾ ഇപ്പൊ എന്താണ് അതിനകത്ത് വരുന്നത് അറിയാം. അതുപോലെ നോസ്റ്റോക്കേൽസ്, അതുപോലെ സൈറ്റോനിമാറ്റേൽസ്, സ്റ്റൈഗോനിമാറ്റേൽസ്, റിവുലേറിയൽസ്, ഇങ്ങനെ 5 ഓർഡറുകളായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. ലൈഫ് സൈക്കിൾ പറയുമ്പോൾ നമുക്കറിയാം, ഒരു ഓർഗാനിസം ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആണെങ്കിൽ സെക്ഷൽ റിപ്രഷൻ ഉണ്ടായിരിക്കണം, പ്രസന്റ് ആയിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ സെക്ഷൽ റിപ്രഷൻ ആബ്സെന്റ് ആയത് തന്നെ നമുക്കൊരു മറ്റു ഓർഗാനിസിൽ കാണപ്പെടുന്ന പോലുള്ള ലൈഫ് സൈക്കിൾ, അതായത് ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക്, ഹാപ്ലോ ഡിപ്ലോണ്ടിക് എന്ന രീതിയിലുള്ള ലൈഫ് സൈക്കിൾ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ കഴിയില്ല. സെക്ഷൽ റിപ്രഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് അസെക്ഷൽ മെത്തേഡിലൂടെ, നേരത്തെ പറഞ്ഞ അസെക്ഷൽ മെത്തേഡിലൂടെ സ്പോർ ഫോർമേഷനിലൂടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ചില കേസിൽ ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുന്നു പറഞ്ഞിട്ട് പാരാസെക്ഷൽ മെത്തേഡില് റീകോമ്പിനേഷൻ നടന്നിട്ട് പുതിയ തലമുറകളെ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സയാനോഫൈറ്റ് എന്ന ക്ലാസ്സിനെ കുറിച്ചാണ്, അതായത് സയാനോ ബാക്ടീരിയകളെ കുറിച്ചാണ്. എനിക്ക് ലഭ്യമായിട്ടുള്ള നോട്ട്സിൽ നിന്നുള്ള പോയിന്റുകളാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ പോയിന്റുകൾ നിങ്ങൾക്ക് ലഭ്യമാവുകയാണെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുക. ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.